ഇടതുപക്ഷത്തെ കടുത്ത തോൽവിയിലേക്ക് തള്ളിവിട്ട 10 കാര്യങ്ങൾ മനോരമ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്തൊക്കെയാണെന്ന് ആഗ്രഹക്ക് അറിയാമോ? ആദ്യമേ മനോരമ പറയുന്ന കാരണം എന്ന് പറയുന്നത് ആശാ വർക്കർമാരുടെ പ്രതിഷേധത്തെ കുറിച്ചാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നീണ്ട 9 മാസം ആശാ വർക്കർമാർ നടത്തിയ രാപ്പകൽ സമരം കേരള മനസാക്ഷിയുടെ ഭാഗമായതും സമരത്തിന് നേതൃത്വം കൊടുത്തത് SUCI ആണെന്ന ഒരൊറ്റ കാരണത്താല് മുഖ്യമന്ത്രിയും സർക്കാരും സമരത്തോട് മുഖം തിരിച്ചു എന്നതുമാണ് മനോരമ പറയുന്നത്. ന്യായമായ വേതന വർധനയ്ക്കായിട്ട് അതിസാധാരണക്കാരായ സ്ത്രീകൾ നടത്തിയ പോരാട്ടത്തെ പാട്ടുപെറുക്കുകളുടെ സമരമായി വരെ ചിത്രീകരിക്കാനുള്ള വ്യഗ്രത ഈ പാർട്ടി വിരുദ്ധരോ എന്ന ചോദ്യം ഉയർത്തിയെന്നും മനോരമ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം ഉദ്യോഗാർത്ഥികളോടുള്ള സമീപനത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ PSC റാങ്ക് പട്ടികയുടെ കാലാവധി കൂട്ടാത്തതും ന്യായമായ ആ ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് കാട്ടിയ ധാർഷ്ട്യവും തിരിച്ചടിച്ചു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ CPO റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചവര് കാലാവധി നീട്ടിക്കിട്ടാൻ നടത്തിയ സമരത്തോടുള്ള ഇടത് സർക്കാരിന്റെ മനോഭാവവും അതേപോലെ തന്നെ PSC റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്തിയാലും ജോലി ഉറപ്പില്ലാത്തൊരു സാഹചര്യം യുവജനങ്ങളെ ഇടതുപക്ഷത്തിന് എതിരാക്കി എന്നാണ് പറയുന്നത്. മൂന്നാമത്തേതായിട്ട് DYFIക്കാരുടെ രക്ഷാപ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും അറിയാനാണെന്ന പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ബസ്സിൽ കയറിയിട്ട് നാടാകെ നടത്തിയ യാത്ര നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയ യാത്രയായി മാറി എന്ന മട്ടിലാണ് മനോരമ വിലയിരുത്തുന്നത്. ധൂർത്തിനും അഴിമതിക്കുമെതിരെ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസുകാരെ DYFIക്കാര് തല്ലിച്ചതച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി ആ വാക്കിന്റെ പവിത്രതയിൽ കളങ്കം ചാർത്തി എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ കാരണം അയ്യപ്പന്റെ പൊന്നുപോയ വഴി തന്നെയാണ്. ശബരിമല സന്നിധാനത്തിലെ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടത് ഇടതുപക്ഷത്തിന്റെ സ്വന്തം ദേവസ്വം ബോർഡുകളെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരെയും പ്രതിക്കൂട്ടിലാക്കി എന്ന കാര്യമാണ് എടുത്തു പറയുന്നത്. ഈ ഒരു സംഭവത്തിൽ സർക്കാരും ഇടതുപക്ഷവും ധാർമ്മിക വിചാരണയും എന്തായാലും നേരിട്ടിട്ടുണ്ട്. CPMന്റെ വിശ്വസ്തരായിട്ടുള്ള 2 ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റിലായിട്ടും അവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കാൻ പോലും CPM മുതിരാഞ്ഞത് ഇടതുമുന്നണിയിൽ തന്നെ അമർഷത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു. അയ്യപ്പന്റെ പൊന്നുകെട്ടവരാരെന്ന ചോദ്യം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർത്താൻ ഇതൊക്കെ പ്രതിപക്ഷത്തിന് ആയുധമായി എന്നാണ് മനോരമ പറയുന്നത്. അഞ്ചാമത്തെ കാരണം PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. LDFിലും CPMലും ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം PM ശ്രീ കരാറിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടത് ഇടതുമുന്നണിയെ ആകെ ഉലച്ചിരുന്ന ഒരു സംഭവമാണ്. പാർട്ടിയെയും മുന്നണിയെയും വിശ്വാസത്തിലെടുക്കാതെയാണോ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്ന ചോദ്യം CPI തന്നെ ഉയർത്തിയതോടെ കരാറിൽ നിന്ന് സർക്കാരിന് പിൻവാങ്ങേണ്ടിയും വന്നു. CPM BJP അന്തർധാരയെ കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ CPI പോലും ഏറ്റുപിടിച്ചത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയിൽ നിഴൽ വീഴ്ത്തിയെന്നാണ് മനോരമ ചൂണ്ടിക്കാണിക്കുന്നത്. ആറാമതായിട്ട് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ആരോഗ്യ മേഖലയുടെ തകർച്ചയെക്കുറിച്ച് തന്നെയാണ്. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പരമ്പര സർക്കാരിന്റെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതകളെ കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നുപറച്ചില് കുടം തുറന്നു ഭൂതം പുറത്തു വന്നതുപോലെ തന്നെയായിരുന്നു. കത്രികയും ഗഡ്വയറും മറ്റും ശരീരത്തിൽ കുടുങ്ങിയ രോഗികളുടെ നിസ്സഹായത ജനമനസ്സുകളിലും വലിയ രൂപത്തിൽ മുറിവുകൾ സൃഷ്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണത് അറിഞ്ഞെത്തിയ മന്ത്രിമാര് അതിനിടയിൽ ഒരു ജീവൻ കുടുങ്ങിയത് അറിയാതെ നടത്തിയ പ്രതികരണവും എന്തായാലും തിരിച്ചടിയായിട്ടുണ്ട്. ഏഴാമത്തെ കാരണം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെ കുറിച്ചാണ്. ഇത് പിൻവലിക്കാഞ്ഞതും ശമ്പള പരിഷ്കരണം നീണ്ടുപോയതും ജീവനക്കാരില് വ്യാപകമായിട്ടുള്ള ഒരു അതൃപ്തിക്ക് കാരണമായതാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഒടുവിൽ നിയമിച്ചെങ്കിലും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഈ വാർത്തയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. DA കുടിശ്ശിക ഒടുവിൽ നൽകിയെങ്കിലും നീണ്ടുപോകുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ജോയിന്റ് കൗൺസിൽ ഉൾപ്പെടെയുള്ള ഇടത് സർവീസ് സംഘടനകൾക്കും സർക്കാരിനെതിരെ സമരത്തിന് ഇറങ്ങേണ്ടി വന്നതും ഒടുവിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. എട്ടാമതായിട്ട് പറയുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ കലഹം തന്നെയാണ്. IAS ഉദ്യോഗസ്ഥരായിട്ടുള്ള N പ്രശാന്തും അതേപോലെ തന്നെ B അശോകും നടത്തിയ തുറന്നു പറച്ചിലുകൾ അരുതാത്തത് പലതും സർക്കാരിൽ സംഭവിക്കുന്നു എന്ന തോന്നൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇരുവർക്കുമെതിരെ എടുത്ത അച്ചടക്ക നടപടികൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകാനേ എന്തായാലും സഹായിച്ചിട്ടുള്ളൂ. സർക്കാരിന് വേണ്ടപ്പെട്ടവരെ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചതും ഹിറ്റ് ലിസ്റ്റിലുള്ളവരെ വേട്ടയാടിയതും മുഖ്യമന്ത്രിയുടെ നിഷ്പക്ഷതയെ കുറിച്ച് തന്നെയാണ് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നത്. എല്ലാ നിയന്ത്രണവും മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണെന്ന് വന്നതോടെ സമർത്ഥരായ ഉദ്യോഗസ്ഥർ പോലും ജോലി ചട്ടപ്പടിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇതോടെ ഭരണത്തിന് നിറം തന്നെയാണ് ശരിക്കും മങ്ങിപ്പോയിരുന്നത്. പിണറായിയെ ഉയർത്തിക്കാട്ടിയതാണ് തോൽവിയുടെ 9ാമത്തെ കാരണമായിട്ട് മനോരമ പറയുന്നത്. ഭരണം തൊട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം വരെ മുഖ്യമന്ത്രിയിൽ മാത്രം കേന്ദ്രീകരിച്ചത് സമ്മിശ്ര പ്രതികരണങ്ങൾ സൃഷ്ടിച്ചതായും പിണറായിയുടെ കൂറ്റൻ ഹോർഡിങ്ങുകൾ നാടാകെ ഉയർന്നതിനോട് ജനം അനുകൂലമായല്ല പ്രതികരിച്ചതെന്ന് കൂടിയാണ് ജനവിധി തെളിയിക്കുന്നത് എന്നുമാണ് അവരുടെ ഒരു വാദം. ഈ ഒരു കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്.
അതെ, അത് ശരിയാണ്. പക്ഷെ അഭിരാമി, അതവിടെ എന്തായാലും നിൽക്കട്ടെ. തൽക്കാലം മനോരമ പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം വലയുമ്പോഴും PR സ്റ്റണ്ടുകൾക്കായിട്ട് സർക്കാർ പണം വാരിക്കോരി ചെലവാക്കേണ്ടിയിരുന്ന ഒരു കാര്യം മനോരമ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ സർക്കാരിന്റെ പല വൻ പദ്ധതികളും ടെൻഡർ വിളിക്കാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതായും വേണ്ടപ്പെട്ടവരുടെ കാര്യസാധ്യത്തിനായിട്ട് വഴിവിട്ട് പലതും നടക്കുന്നുണ്ടെന്ന തോന്നല് പിണറായി ഭരണത്തിൽ ശക്തമായതും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തോൽവിയുടെ 10ാമത്തെ കാരണമായിട്ട് മനോരമ കണ്ടെത്തിയിരിക്കുന്നത് സാക്ഷാൽ മെസ്സിയാണ്. ഈ സൂപ്പർ താരമായിട്ടുള്ള ലയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന കായിക മന്ത്രിയുടെ വാഗ്ദാനം ഈ സർക്കാരിന്റെ ശൈലി ആളെ പറ്റിക്കലാണോ എന്ന ചോദ്യം ഉയർത്താൻ കാരണമായതാണ് അവർ പറയുന്നത്. ഈ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ മന്ത്രിമാർ പാലിക്കേണ്ട ഉത്തരവാദിത്വവും കാര്യബോധവും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നും അത് കായിക മേഖലയിലും അതേപോലെ തന്നെ കായിക പ്രേമികളിലും നിരാശയും അമർഷവും സൃഷ്ടിച്ചതായിട്ട് മനോരമ വാദിക്കുന്നുണ്ട്. മലബാറിലെ പ്രത്യേകിച്ച് ഈ മലപ്പുറത്തെ ഇടതുപക്ഷത്തിന്റെ വൻ തോൽവിയിൽ മെസ്സിയുടെ വിഷയം ഒരു ഘടകമായതായിട്ട് എനിക്കും എന്തായാലും തോന്നുന്നുണ്ട്.